തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വരസാഹിതി എന്ന സാഹിത്യ സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. 4 വർഷമായിട്ടുള്ളൂ അങ്ങനെ ഒരു ഗ്രൂപ്പ് നിലവിൽ വന്നിട്ട്. 100ഓളം മെമ്പർമാരാണ് ഇപ്പോൾ അതിലുള്ളത്. ഇതിൽ സ്വയം എഴുത്തിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതിന് അപ്പുറം മറ്റുള്ളവരെയും കൂടിയും ആ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സ്വരസാഹിതി എല്ലാ വർഷവും പുസ്തകം വാർഷികത്തിനോട് അനുബന്ധിച്ച് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം കഞ്ഞിക്കൊയ്ത്തിലെ കതിർമണികളായിരുന്നു. രണ്ടാമത്തെ പുസ്തകം അക്ഷരങ്ങൾ പറഞ്ഞത് എന്ന കവിതാ സമാഹാരം ആയിരുന്നു. ഇപ്പോൾ 3ാമത്തെ പുസ്തകം ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള എഴുത്തുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നമ്മുടെ KN കുറുപ്പ് സാറിനെ പോലെയുള്ള പ്രമുഖരായ പല വ്യക്തികളും എഴുതുന്നുണ്ട്. കൈതപ്രം സാറ്, മായാവി ചിത്രത്തിൻ്റെ കാർട്ടൂണിസ്റ്റ് മോഹൻദാസ് സാറ്, അജിത കുഞ്ഞിക്കൽ അജിത, പിന്നെ കൽപ്പറ്റ നാരായണൻ, സുധാകരൻ രാമന്തള്ളി സാറ്, കുട്ടന്മാരാർ, നന്ദകിഷോർ, വിദ്യാധര മാഷ്, അങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരുടെ ഒപ്പം ഞങ്ങളും ആ പുസ്തകത്തിൽ എഴുതുകയാണ്. അതിന് ആ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനത്തിനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ സ്വയം സംരംഭം പോലെ ഒരു സാംസ്കാരിക ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ആശയമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, വളരെ മുമ്പ് വളരെ ശ്രദ്ധേയമായ വനിതാവാസികളുണ്ടായി. ഇന്ന് വനിതാവാസികളുണ്ട്. വനിതാവാസികളുടെ മുഖം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. പരസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, കൂടുതൽ കൺസ്യൂമർ ഐറ്റംസ് വിൽപ്പിക്കുക, ഇതെല്ലാം ചെയ്യേണ്ടത്. ഒരു സാംസ്കാരിക ധാര ഉണ്ടാക്കുവാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പം നമ്മളെ സ്ത്രീകളിൽ നമുക്കറിയാം, സരോജിനി നായിഡു കവയത്രി മാത്രമല്ല, വൺ ഓഫ് ദ ടോപ്പ് പൊളിറ്റീഷ്യൻസ് ഓഫ് ഇന്ത്യയാണ്. അവരുടെ ഒരു വരി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കാം: ഡാർക്ക് കൊളീറിയം ഫോർ യുവർ വീപ്പിംഗ് ഐസ്. ഡാർക്ക് കൊളീറിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടി. ഫോർ യുവർ വീപ്പിംഗ് ഐസ്. ആര്? മദർ ഇന്ത്യ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ അമ്മക്ക് ഞാൻ കൺമഷി തരുന്നു എന്ന് പറയുന്ന പോലെയുള്ള മനോഹരമായ കവിതകൾ എഴുതിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിനുള്ള പരിശീലനം കൊടുക്കാനുള്ള സംഘടനകൾ നമുക്കറിയാം. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാസികകൾ വരില്ല. പിന്നെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സാംസ്കാരിക പ്രവർത്തനമാണ് ഈ ഓർമ്മകളിലൂടെ ഓരോ വ്യക്തിത്വങ്ങളുടെയും സമൂഹത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ കാറൽ മാർക്സ് ഒരു അവസരം പറഞ്ഞു, ഒരു പാട്ടുകാരൻ നന്നായി പാട്ട് പാടാൻ പഠിക്കുമ്പോൾ അയാൾ മഹാനാവുന്നില്ല. ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് മഹാനാവുന്നതെന്ന് പറഞ്ഞ നിർവചനം ഏറ്റവും നല്ലൊരു നിർവചനമാണ്. അപ്പം മഹാന്മാരെ നമ്മൾ സമൂഹം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാരെ മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് പോലെയുള്ള മഹത്വത്തിനുള്ള ആളുകൾ ഉണ്ടാക്കുവാൻ ഈ കുട്ടികളിൽ പ്രായമായവരുടെ ജീവിതകഥ സ്വാധീനം ചെലുത്തും എന്നത് ശരിയാണ്. അപ്പോൾ ഇതെല്ലാം പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കാൻ ഒരു ഭരണകർത്താവ് കൂടിയായിട്ട്, നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയില്ല, ഞാനിവിടെ ഹിൽ പാലസിൽ 5 കൊല്ലം ഡയറക്ടറായിട്ടിരുന്നിരുന്നു. ആരും അറിയാതെ കിടന്ന ഒരു സ്ഥാപനത്തെ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിനെ ഇൻ്റർനാഷണൽ ലെവലിലെത്തിയിട്ട് അവിടെ ഗാർഡൻ ഉണ്ടായിരുന്നു. പല പുതിയ പ്രവർത്തനങ്ങൾ നടത്തി, സമ്മേളനങ്ങൾ, സാഹിത്യ സെമിനാറുകൾ. അവിടെ 40 സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അന്നത്തെ കൂലി ഞാൻ പറയുന്നില്ല, അത് വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ട്, അവർക്ക് യൂണിഫോം കൊടുത്തുകൊണ്ട്, അവർക്ക് കർക്കിടക മാസത്തിൽ 15 ദിവസം പഴയ കാലത്തെ പോലെ കഞ്ഞി വീഴ്ത്തിക്കൊണ്ട് അവർക്ക് പുതിയ പൂന്തോട്ടങ്ങൾ കാണുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടെല്ലാം പ്രവർത്തിക്കും. അതെല്ലാം ഓർക്കുമ്പോൾ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് അതിനെ വളർത്തിയെടുക്കേണ്ടത് ഒരു സംരംഭം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പുതിയ എഴുത്തുകാരോട് ഞാൻ അവർക്കൊരു പുതിയ വിഷയം കൊടുത്തു. കോവിഡിന് ശേഷം സാംസ്കാരിക പ്രവർത്തനം എന്താണ് നടന്നത്? സാഹിത്യകാരന്മാരെല്ലാം എഴുതിക്കൊണ്ടേയിരിക്കും, കാരണം ആത്മനിർവ്വഹണത്തിന് വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അപരൻ്റെ ഗുണത്തിനായി വരണം.
മറ്റുള്ളവർക്ക് ഗുണമാണ്. അപ്പം ഞാൻ പഠിച്ച പല കാര്യങ്ങളും എൻ്റെ അധ്യാപനവും പുസ്തകങ്ങളിൽ നിന്ന് പല വ്യക്തികളും ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാനിത് നിർത്തുന്നു. ഞാൻ BC ആയിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു കന്യാസ്ത്രീ അധ്യാപിക 4 പ്രാവശ്യം കോഴിക്കോട് വന്നു. അവരെന്നെ രാത്രി വിളിച്ചു. 4 പ്രാവശ്യവും സാറിനെ കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാനല്ല കാണാൻ നിഷേധിച്ചത്, ആരോ അവരെ സെക്യൂരിറ്റിക്കാരോ കാണാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായമായിരുന്നില്ല. ഞാനവരെ വിളിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, 9 മണിക്ക് ഞാൻ ലിസ്റ്റിലുണ്ടാവും, ആ 9 മണിക്ക് എൻ്റെ കൂടെ കടന്നു വരിക. ഇത് ഞാൻ എവിടുന്നാണ് പഠിച്ചത്? നായനാർ എന്ന് പറയുന്ന കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയും കൂടി ഞാൻ പറയും നമ്മളോട്. അദ്ദേഹം പറഞ്ഞു, എനിക്കിന്ന് ക്യാബിനറ്റാണ്, സെക്രട്ടേറിയറ്റാണ്, എന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത് അദ്ദേഹം വിളിച്ച് പറഞ്ഞു, വരൂ, ഞാനന്ന് വെറും ഒരു പ്രൊഫസർ മാത്രം, എൻ്റെ കൂടെ ലിഫ്റ്റിലേക്ക് വരുന്നു. ആ പാഠം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നായനാർ എൻ്റെ ഗുരുനാഥനാണ്. ഒരു കഥയും കൂടി പറഞ്ഞത് അവസാനിക്കും. നായനാരുടെ പ്രൊപ്പഗാൻഡിസ്റ്റ് അല്ല ഞാൻ. നിങ്ങളെല്ലാ സമൂഹത്തിൽ അറിയേണ്ട കഥയാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരക കേന്ദ്രം കൊണ്ടോട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ സ്റ്റേജിലുണ്ട്. ഞാനന്ന് ഈ കമ്പ്യൂട്ടർ വിജ്ഞാനം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അവരവിടെ റിസർച്ച് കേന്ദ്രം ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അസൂയയും തോന്നി. ഇത്രയും നല്ലൊരു കെട്ടിടം, മനോഹരമായ സാഹചര്യം. ഞാൻ നായനാരോട് പറഞ്ഞു, സാറേ ഇതെല്ലാം പ്രവർത്തിക്കാൻ 2-3 കൊല്ലം പിടിക്കും. നമുക്ക് 2 ബാച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൂടിയിട്ട് BSc ഇൻഫർമേഷൻ ടെക്നോളജി കൊടുത്തുകൂടെ? എന്താ കുറിപ്പ് പറയുന്നത്? ഞാൻ ചെയ്യണം. സാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അറിയില്ല, ഫയൽ അറിയില്ല, ആരും അറിയില്ല. ഒരു സാധാ വൈസ് ചാൻസലറുടെ വാക്ക് വിശ്വസിച്ചിട്ട് നാളെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രവർത്തിക്കുന്നതാണ്. എന്തിന് ഞാനതവിടെ വേണ്ടി ചെയ്തത്? അവിടെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വീട്ടിൽ നിന്ന് കഞ്ഞിയും ചോറും കൊണ്ടുവന്ന് പഠിക്കുവാൻ കഴിയേണ്ട ഒരവസരം മല അങ്ങോട്ട് പോവുകയാണ്. ഈ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞു. കഴിഞ്ഞ മാസം അവിടെ പ്രസംഗിച്ചപ്പോൾ നായനാരുടെ ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്, 100 ഫോട്ടോകൾക്കിടയിൽ. ഞാൻ ഇദ്ദേഹത്തെ അവരോട് ചോദിച്ചപ്പോൾ സ്ത്രീകളാണ് സദസ്സ, ഇതറിയുമോ? നായനാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിട്ടില്ല. ഇവിടെ ഫയൽ, ഇവിടെ ഈ കോഴ്സിൻ്റെ ആര് ഇദ്ദേഹത്തോട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു? നോട്ടീസിലുണ്ടോ? ഭരണാധികാരികൾ അറിയോ? ആ കോഴ്സിലൂടെ ഞാൻ അവരോട് പറഞ്ഞു, ഈ കടന്നുപോയ കുട്ടികൾ നായനാരുടെ അനുഗ്രഹത്തിലൂടെയാണ് പഠിച്ചു വന്നതെന്ന് ഓർമ്മിക്കണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലുള്ളൊരു പുതിയ സംരംഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമസ്കാരം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,